ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക് ആയിട്ട് വരുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ നിത്യ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളൊന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക കേട്ടോ. ഫസ്റ്റ് സെൻറ്റൻസ്, ഇതിനെപ്പറ്റി ആർക്കാണ് അറിയാത്തത്? നമ്മൾ പറയുന്ന സെൻറ്റൻസ് ആണ്. ഇതിനെപ്പറ്റി ഇപ്പം ആർക്കാ അറിയാത്തത്? എങ്ങനെ പറയാം? ആ ഹൂ ഡസിൻ നോ അബൌട്ട് ഇറ്റ്? ഹൂ ഡസിൻ നോ, ആർക്കാണ് അറിയാത്തത്? ഹൂ ഡസിൻ നോ അബൌട്ട് ഇറ്റ്, ഇതിനെ പറ്റിയിട്ട്. ഹൂ ഡസിൻ നോ അബൌട്ട് ഇറ്റ്, ഇതിനെ പറ്റിയിട്ട് ആർക്കാണ് അറിയാത്തത്? നിങ്ങൾ എവിടെയെങ്കിലും എൻ്റെ ഫോൺ കണ്ടിട്ടുണ്ടോ? മറ്റൊരു സെന്റൻസ് ആണ്. നിങ്ങൾ എവിടെയെങ്കിലും എൻ്റെ ഫോൺ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ എങ്ങനെ പറയാം? ഹാവ് യു സീൻ? ഹാവ് യു സീൻ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്ത്? മൈ ഫോൺ, എൻ്റെ ഫോൺ. എവിടെയെങ്കിലും എന്നുള്ളതിന് നമുക്ക് ഇംഗ്ലീഷിൽ എനിവർ എന്നാണ് പറയാ കേട്ടോ. എനിവർ. അപ്പോൾ ഹാവ് യു സീൻ മൈ ഫോൺ എനിവർ, നിങ്ങൾ എൻ്റെ ഫോൺ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇനി, നീ എന്തിനാ അവളോട് അസൂയപ്പെടുന്നത്? മറ്റൊരു സെന്റൻസ് ആണ്. നീ എന്തിനാ അവളോട് അസൂയപ്പെടുന്നത്? അപ്പൊ എന്തിനാണ് അസൂയപ്പെടുന്നത് എന്ന് എങ്ങനെ പറയാം? എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? വൈ എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാല്. നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്? വൈ എന്നാലേ. അപ്പം വൈ ആർ യു. ഇനി അസൂയ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ജലസ് എന്നാണ് യൂസ് ചെയ്യാല്. അപ്പൊ അവളോട് അല്ലെങ്കിൽ അവളെ പറ്റിയിട്ട് ഇങ്ങനെ എന്തിനാണ് അസൂയപ്പെടുന്നത് എങ്ങനെ പറയാം? വൈ ആർ യു ജലസ് ഓഫ് ഹർ? വൈ ആർ യു ജലസ് ഓഫ് ഹർ? നീ എന്തിനാ അവളോട് അസൂയപ്പെടുന്നത്? ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ്, ആരാണ് ടി വി ഓൺ ആക്കിയിട്ട് പോയത്? ആരാണ് ടി വി ഓൺ ചെയ്തിട്ട് പോയത്? എങ്ങനെ പറയാം? ഹൂ ലെഫ്റ്റ്, ആരാണ് പോയത്? ഹൂ ലെഫ്റ്റ്, എങ്ങനെ പോയത്? ടി വി ഓൺ. ഹൂ ലെഫ്റ്റ് ദ ടി വി ഓൺ, ആരാണ് ടി വി ഓൺ ചെയ്തിട്ട് പോയത്? ഹൂ ലെഫ്റ്റ് ദ ടി വി ഓൺ. അവിടെ എത്താൻ 3 മണിക്കൂർ എടുക്കും. മറ്റൊരു സെന്റൻസ് ആണ്. അവിടെ എത്താൻ 3 മണിക്കൂർ എടുക്കും. അപ്പൊ എങ്ങനെ നമുക്ക് പറയാം? ഇറ്റ് ടേക്സ് 3 hours. It takes 3 hours. എന്തിന്? അവിടെ എത്താനായിട്ട്. It takes 3 hours to get there. To getന് റീച്ച് എന്നുള്ള ഒരു മീനിങ് കൂടെ ഉണ്ട് കേട്ടോ. അപ്പം to get there എന്ന് വെച്ചാൽ അവിടെ എത്താൻ, അല്ലെങ്കിൽ to reach there എന്നും പറയാം കേട്ടോ. അവൻ അവിടെ എത്താൻ 2 മണിക്കൂർ എടുത്തു. അവൻ അവിടെ എത്താൻ 2 മണിക്കൂർ എടുത്തു എന്ന് എങ്ങനെ പറയാം? ഓക്കെ, പാസ്റ്റ് ആണ്. So it took him. 2 മണിക്കൂർ എന്നല്ലേ? It took him 2 hours to get there. Okay, it took him 2 hours to get there. അവൻ അവിടെ എത്താനായിട്ട് 2 മണിക്കൂർ എടുത്തു. It took him, ഇവിടെ എടുത്തു എന്നാണ്. പാസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ took എന്നുണ്ടോ. ടേക്കിന്റെ പാസ്റ്റ് ഫോം ആണ് took. ഇവിടെ നമ്മൾ takes. ഓക്കെ, അപ്പൊ it takes 3 hours to get there. അവിടെ എത്താന് എന്താണ്? 3 മണിക്കൂർ എടുക്കും. ഇവിടെ നമ്മൾ എടുത്തു എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് നമ്മൾ took എന്നുള്ള verb യൂസ് ചെയ്തത് കേട്ടോ. എനിക്കത് ചെയ്യാൻ 1 മണിക്കൂർ മാത്രമേ എടുത്തുള്ളൂ. ഇതെങ്ങനെ പറയാം? എനിക്ക് അത് ചെയ്യാൻ 1 മണിക്കൂർ മാത്രമേ എടുത്തുള്ളൂ. അപ്പൊ 1 മണിക്കൂർ മാത്രമേ എടുത്തുള്ളൂ എങ്ങനെ പറയാം? it only took me. എന്താണ്? ഇത്ര എടുത്തുള്ളൂ എന്നാണ് പറയുന്നത്, അതുകൊണ്ടാണ് നമ്മൾ only എന്ന് യൂസ് ചെയ്ത് കേട്ടോ. it only took me an hour. ഒരു മണിക്കൂർ എന്നുള്ളതിന് നമ്മൾ an hour. അപ്പൊ it only took me an hour to do that. അത് ചെയ്യാനായിട്ട് എനിക്ക് 1 മണിക്കൂർ മാത്രമേ എടുത്തുള്ളൂ. it only took me an hour to do that. ഓക്കെ, ഇനി അത് എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇതെങ്ങനെ പറയാം? അത് എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ എനിക്കറിയില്ല, I don't know. I don't know if I still have it. അത് എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ടോ ഇല്ലേന്ന് എനിക്കറിയില്ല. I don't know if I still have it. ഈ സാധനങ്ങൾ എന്റേതല്ല. എങ്ങനെ പറയാം? ഈ സാധനങ്ങൾ എന്റേതല്ല. These things are not mine. ഈ സാധനങ്ങൾ are not mine. These things are not mine. നെക്സ്റ്റ്, അത് ചെയ്ത് തീർക്കാൻ 1 ദിവസം എടുക്കും. എങ്ങനെ പറയാം? അത് ചെയ്ത് തീർക്കാൻ 1 ദിവസം എടുക്കും. അപ്പോൾ
ഇറ്റ് ടേക്സ് എ ഡേ, ഒരു ദിവസം എടുക്കും. ഇറ്റ് ടേക്സ് എ ഡേ. ഇനി അത് ചെയ്ത് തീർക്കാൻ എങ്ങനെ പറയാം? ഇറ്റ് ടേക്സ് എ ഡേ ടു ഗെറ്റ് ഇറ്റ് ഡൺ. ടു ഗെറ്റ് ഇറ്റ് ഡൺ. ഓക്കെ, അത് ചെയ്ത് തീർക്കാൻ ഒരു ദിവസം എടുക്കും. ഇറ്റ് ടേക്സ് എ ഡേ ടു ഗെറ്റ് ഇറ്റ് ഡൺ, അല്ലെങ്കിൽ ടു കംപ്ലീറ്റ് ദാറ്റ് എന്നൊക്കെ പറയാം കേട്ടോ. ഞാൻ ദിവസം മുഴുവനും അവനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ പറയാം, ഞാൻ ദിവസം മുഴുവൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് എല്ലാ ദിവസവും എന്നാട്ടോ. അപ്പൊ ഞാൻ ദിവസം മുഴുവനും അവനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഐ ഹാവ് ബീൻ, ഓക്കെ, ഇവിടെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഇത് കുറെ മുമ്പ് തുടങ്ങിയ ഒരു ആക്ഷൻ ആണ്. ഇപ്പോഴും എന്താണ് ആ ഒരു ആക്ഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അവനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് കുറെ പാസ്റ്റിൽ തുടങ്ങിയതാണ്. ഇപ്പോഴും എന്താണ് ആ ഒരു ആക്ഷൻ, അതായത് ചിന്തിക്കുക എന്നുള്ള ആ ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ ഐ ഹാവ് ബീൻ തിങ്കിങ്, ഓക്കെ, വെർബ് ing ഫോം ആട്ടോ. ഐ ഹാവ് ബീൻ തിങ്കിങ് അബൌട്ട് ഹിം, ഞാൻ അവനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ തിങ്കിങ് അബൌട്ട് ഹിം. ഇനി എന്താണ്? ദിവസം മുഴുവനും അല്ലെങ്കിൽ എല്ലാ ദിവസവും, ദിവസങ്ങളായിട്ട് എങ്ങനെ പറയാം നമുക്ക്? ഓൾ ഡേ, എല്ലാ ദിവസവും ഞാൻ അവനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ തിങ്കിങ് അബൌട്ട് ഹിം ഓൾ ഡേയ്സ്. ഓക്കെ, നെക്സ്റ്റ്, നിനക്ക് ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും ചെറിയ കാര്യമായിരുന്നു അത്. വേറൊരു സെന്റൻസ് ആട്ടോ. നിനക്ക് ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും ചെറിയൊരു കാര്യമായിരുന്നു അത്. ഇതെങ്ങനെ നമുക്ക് പറയാം? ഇറ്റ് വാസ് ദ ലീസ്റ്റ് തിങ് എന്നാ പറയട്ടെ. ഇറ്റ് വാസ് ദ ലീസ്റ്റ് തിങ് എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയൊരു കാര്യമായിരുന്നു. ലീസ്റ്റ് തിങ് ഭയങ്കര സില്ലി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇറ്റ് വാസ് ദ ലീസ്റ്റ് തിങ്. ഇനി ദാറ്റ് യു കുഡ് ഡു, നിനക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നാട്ടോ. ദാറ്റ് യു കുഡ് ഡു, നിനക്ക് ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത്. ഇറ്റ് വാസ് ദ ലീസ്റ്റ് തിങ് ദാറ്റ് യു കുഡ് ഡു, നിനക്ക് ചെയ്യാൻ പറ്റുന്നതിൽ എന്നാട്ടോ. യു കുഡ് ഡു എന്ന് വെച്ചാൽ നിനക്ക് ചെയ്യാൻ കഴിയുന്നതിൽ. ഓക്കെ, നെക്സ്റ്റ്, വരുന്നതിന് മുമ്പ് നിനക്ക് എന്നെ ഒന്ന് വിളിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ നീ എന്നെ ഒന്ന് വിളിക്കേണ്ടതായിരുന്നു. എങ്ങനെ പറയാം? വരുന്നതിന് മുമ്പ് നീ എന്നെ ഒന്ന് വിളിക്കേണ്ടതായിരുന്നു എന്നാട്ടോ. ഓക്കെ, വരുന്നതിന് മുമ്പ് നീ എന്നെ ഒന്ന് വിളിക്കേണ്ടതായിരുന്നു. എങ്ങനെ പറയാം? യു ഷുഡ് ഹാവ് കോൾഡ് മീ. യു ഷുഡ് ഹാവ് കോൾഡ് മീ. ഷുഡ് ഹാവ് എന്ന് വെച്ചാൽ നീ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു കേട്ടോ. യു ഷുഡ് ഹാവ് കോൾഡ് മീ, നീ എന്നെ വിളിക്കേണ്ടതായിരുന്നു. ബിഫോർ കമ്മിങ്, വരുന്നതിന് മുമ്പ് എന്ന് പറയാനായിട്ട് ബിഫോർ കമ്മിങ്. അപ്പൊ യു ഷുഡ് ഹാവ് കോൾഡ് മീ ബിഫോർ കമ്മിങ്, വരുന്നതിന് മുമ്പ് നീ എന്നെ ഒന്ന് വിളിക്കേണ്ടായിരുന്നു. നീ എപ്പോഴാണ് അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എപ്പോഴാണ് അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? അപ്പം when are you planning to do? when are you planning to do it? നീ എപ്പോഴാണ് അത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? when are you planning to do it? ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. അല്ലെ, എങ്ങനെ പറയാം? നമ്മൾ പറയാറില്ലേ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് പോലുമില്ല, ഞാൻ അങ്ങനെ വിളിച്ചിട്ട് പോലുമില്ല. അതേപോലെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇതെങ്ങനെ നമുക്ക് പറയാം? ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് അല്ലേ. അതുകൊണ്ട് ഡിഡിന്റ് വെച്ചിട്ട് വേണം നമ്മൾ പറയാനായിട്ട്. ഐ ഡിഡിന്റ് ഈവൻ തിങ്ക് ദാറ്റ്. ഓക്കെ, ഐ ഡിഡ്ന്റ് ഈവൻ think that, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. I didn't even think that, അല്ലെങ്കിൽ I didn't even think so എന്ന് പറയാം കേട്ടോ. ദാറ്റിനേക്കാളും നമുക്ക് ഒന്നും കൂടെ നല്ലത് സോ എന്നാണ് കേട്ടോ. I didn't even think so, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല. നെക്സ്റ്റ്, എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. എനിക്ക് പറയാനുണ്ട്. I have something, എനിക്ക് എന്താണ് ചെയ്യാനുള്ളത്? I have something to tell you. എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. അവൻ ഇന്ന് നേരത്തെ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവൻ പുറപ്പെട്ടിട്ടുണ്ട്. He left for Trivandrum. He left for Trivandrum early this morning. Okay, അവൻ ഇന്ന് രാവിലെ നേരത്തെ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്.
യു ലെഫ്റ്റ് ഫോർ ട്രിവാൻഡ്രം ഏർലി ദിസ് മോർണിംഗ്. ഞാൻ ചായയോ കാപ്പിയോ കുടിക്കാറില്ല. ഇതെങ്ങനെ പറയാം? ഞാൻ ചായയോ കാപ്പിയോ കുടിക്കാറില്ല. ഐ ഡോണ്ട് ടേക്ക്, ഞാൻ കുടിക്കാറില്ല എന്ന് വെച്ചാൽ ഐ ഡോണ്ട് ടേക്ക്. ഐ ഡോണ്ട് ടേക്ക് ടീ ഓർ കോഫി. ടീ ഓർ കോഫി, ഞാൻ ചായയോ കോഫിയോ കുടിക്കാറില്ല. കുടിക്കാറില്ല എന്നുള്ളതിന് നമ്മൾ ഡ്രിങ്ക് എന്നാണ് പറയല്. പക്ഷേ ഇൻ ദി സിറ്റുവേഷൻ നമുക്ക് ടേക്ക് എന്നുള്ള വേർബ് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ കേട്ടോ. നെക്സ്റ്റ്, നീ ധൃതി പിടിക്കേണ്ടതില്ല. നീ ധൃതി പിടിക്കേണ്ടതില്ല എങ്ങനെ പറയാം? യു ഡോണ്ട് ഹാവ് ടു, നീ അങ്ങനെ ചെയ്യേണ്ടതില്ല. യു ഡോണ്ട് ഹാവ് ടു ഹറി. നീ എന്താണ് ഹറി ആവേണ്ടതില്ല, നീ ധൃതി പിടിക്കേണ്ടതില്ല. നിനക്ക് എന്തുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടൂടാ? എങ്ങനെ പറയാം? നിനക്ക് എന്തുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടൂടാ? വൈ ഡോണ്ട് യു ലിസൺ ടു മീ. വൈ ഡോണ്ട് യു ലിസൺ ടു മീ. നീ എന്താ ഞാൻ പറയുന്നത് കേൾക്കാത്തത്? വൈ ഡോണ്ട് യു ലിസൺ ടു മീ. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞത് എന്താ നീ കേട്ടോ? ഞാൻ പറഞ്ഞത് എന്താ നീ കേട്ടോ? നീ കേട്ടോ എങ്ങനെ പറയാം? ഡിഡ് യു ഹിയർ വാട്ട് ഐ സെഡ്. ഡിഡ് യു ഹിയർ, നീ കേട്ടോ എന്ത്? വാട്ട് ഐ സെഡ്, ഞാൻ എന്താണോ പറഞ്ഞത് അത് നീ കേട്ടോ? ഡിഡ് യു ഹിയർ വാട്ട് ഐ സെഡ്. ലാസ്റ്റ് രണ്ട് സെന്റൻസ് കേട്ടോ. ഞാൻ കാരണം ചോദിക്കേണ്ടതായിരുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു നമ്മൾ ഇന്ന കാര്യം ചെയ്യേണ്ടതായിരുന്നു. എങ്ങനെ പറയുന്നത്? ഷുഡ് ഹാവ് വെച്ചിട്ടാണ് നമ്മൾ പറയേണ്ടത് അല്ലേ? അപ്പം ഞാൻ കാരണം ചോദിക്കേണ്ടതായിരുന്നു. ഐ ഷുഡ് ഹാവ് ആസ്ക്ഡ് ദ റീസൺ. ഐ ഷുഡ് ഹാവ് ആസ്ക്ഡ് ദ റീസൺ. Then ഞാൻ പോലീസിനെ വിളിക്കേണ്ടതായിരുന്നു. അപ്പം ഐ ഷുഡ് ഹാവ് കോൾഡ് ദ പോലീസ്. ഐ ഷുഡ് ഹാവ് കോൾഡ് ദി പോലീസ്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇങ്ങനെ ചെയ്യേണ്ടതായിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ ഷുഡ് ഹാവ് പ്ലസ് വെർബിന്റെ തേർഡ് ഫോം ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓർത്ത് വെക്കാം കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മളൊരു 20-30ഓളം സെന്റൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാ സെന്റൻസുകളും നമ്മുടെ മിക്ക കോൺവെർസേഷനിലും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റ് ആയിട്ട് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് എന്നെ അറിയിക്കാം. ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു ക്ലാസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ. ബൈ.